സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് ഇടയൊക്കെയായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളെയും കർത്താവ് നടത്തി. അതിനായിട്ട് ഞാൻ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയോടെ ആയിരിക്കുന്നു. പ്രത്യേക കഴിഞ്ഞ ഒരാഴ്ചക്കാലം പറഞ്ഞാൽ നാക്കിൻ്റെ ചെറിയ പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ കർത്താവ് സൗഖ്യം തന്നു. ഇന്നിപ്പോൾ നിൽക്കുമ്പോഴും പനിയുടെ ഒരാഴ്ചയായിട്ട് വളരെ ഒരു അസ്വസ്ഥത തന്നെയാണ് അതിൻ്റെ കൂടെ തന്നെ പോകുന്നതെങ്കിലും കർത്താവ് നിർത്തുന്ന ഓർത്ത് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ രണ്ടാമത് പാടിയ പാട്ട്, ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം ആ രീതി കടന്നു വിടുക എന്നുള്ള പാട്ട് നമ്മൾ പാടിയതിന് ശേഷം അതിനകത്ത് ഒരു ചാൻസ് കൂടെ ഉണ്ട്. മരണം വരെയും തിരുരക്തത്താലും തിരുവചനം വഴിയും പരിശുദ്ധാത്മാവിലും പരിശുദ്ധമാകണം കറ തീരെ ഇല്ലാതെ. നമ്മളത് എല്ലാവരും ചേർന്ന് പാടി. പക്ഷേ എത്രമാത്രം അത് റിയലായിട്ട് നമ്മൾ പാടി, അതോ നമ്മൾ ആ ഒരു ട്യൂണിനനുസരിച്ച് അല്ലെങ്കിൽ പാടാനൊരു ഇമ്പം, അത് പാടുമ്പോൾ ഒരു ഇമ്പമുണ്ടല്ലേ, നമ്മൾ പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് കീബോർഡൊക്കെ വായിച്ചിട്ട് നമുക്ക് കിട്ടിയ താരത്തിനനുസരിച്ച് പാടുന്നു, അതോ നമ്മുടെ ഹൃദയത്തിനകത്ത് എത്രമാത്രം ആ ഒരു പാട്ട് പാടിയപ്പം ശരിക്കും നമ്മൾ കടന്നു പോകുന്നു നമ്മുടെ ജീവിതത്തിനകത്തൂടെയും നമ്മൾ എത്രമാത്രം അതിനെക്കുറിച്ച് ചിന്തിച്ചു എന്നുള്ളത് ഞാനിവിടെ ചിന്തിക്കുകയായിരുന്നു. കാരണം മരണം വരെയും തിരുരക്തത്താലും അത് വളരെ ഇമ്പോർട്ടൻ്റായിട്ടാണ് തന്നെയാണ് അതിനകത്ത് ഓരോ വേടുകളും. തിരുവചനം വഴിയും അപ്പം മരണം വരെയും നമ്മുടെ മരണം, അതായത് ഈ ലോകത്ത് നമ്മളായിരിക്കുന്ന അവസാനം വരെയും അവൻ്റെ രക്തത്താലും തിരുവചനം വഴിയും പരിശുദ്ധാത്മാവിലും പരിശുദ്ധമാകണം എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനുശേഷം കറ തീരെ ഇല്ലാതെ. നമ്മൾ എത്രമാത്രം ഈ ഓരോ പാട്ടുകളും നമ്മൾ പാടുമ്പോഴും നമ്മളത് ധ്യാനിച്ച് പാടുന്നു, അതോ നമ്മൾ വെറുതെ ഒരു ഞാനിരുന്നപ്പോൾ ചിന്തിക്കുകയാണ്, കറ തീരെ ഇല്ലാതെ. നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ മേശ നമ്മുടെ പക്കലുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൂടി വരുമ്പോൾ കർത്താവിൻ്റെ മേശയിൽ നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടെ ആയിരിക്കുന്നു. അപ്പം എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യം കൂടി ഇതിനോട് ചേർത്ത് ഞാൻ വായിക്കാം. കൊരിന്ത്യരിൽ 1 കൊരിന്ത്യർ 11 നമ്മൾ കർത്തൃമേശ സമയത്ത് വായിക്കുന്ന ചില വാക്യങ്ങൾ തന്നെയാണത്. അതിൻ്റെ 27 മുതൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം സീരിയസോടുകൂടിയാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നതെന്നും നമ്മളിതിൻ്റെ ആ മഹത്വം എത്ര വലുതായിട്ടാണ് നമ്മൾ കാണുന്നതെന്നും നമ്മളെ തന്നെ നമ്മളൊന്ന് ശോധന ചെയ്യേണ്ട ആവശ്യമാണ്. കാരണം നമ്മുടെ ഹൃദയത്തിനകത്ത് ഇപ്പം മത്തായി എഴുതിയിരിക്കുന്ന പോലെ നിൻ്റെ യാഗം അർപ്പിക്കാൻ വേണ്ടി നീ കടന്നു വരുന്ന സമയത്ത് നിൻ്റെ കൂട്ടുകാരനോട് അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ചിട്ട് ചെന്നിട്ട് അവനോട് നിരപ്പ് പ്രാപിക്കേണ്ട കാര്യം എഴുതിയിരിക്കുന്നു. നമ്മളത് തീർച്ചയായിട്ടും നമ്മളത് അതായത് മത്തായി 5:23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ് അത് എഴുതിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളിവിടെ ആയിരിക്കുമ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് തന്നെ ഇന്ന് ഈ കാഴ്ചകളൊക്കെ ഞാൻ വളരെ അധികം ഈ കഴിഞ്ഞ ഒരാഴ്ചകളിൽ കടന്നു പോയത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഞാൻ ഇന്നും ഇവിടെ നിൽക്കുന്നത്. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, എത്രമാത്രം കർത്താവ് കരുണ കാണിക്കുന്നു, എത്രമാത്രം ദൈവത്തിൻ്റെ കരുണ എന്നോടുകൂടി ഉണ്ടായിരുന്നു ഞാനത് മനസ്സിലാക്കുന്നു. അപ്പോൾ എത്രമാത്രം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കുക. നമ്മുടെ ഹൃദയത്തിൻ്റെ എന്തെങ്കിലും കയ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം നമ്മുടെ ഹൃദയത്തിൽ ഇനിയും ക്ഷമിക്കാതെ നമ്മുടെ ഹൃദയത്തിലും കിടപ്പുണ്ടോ? നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക. നമ്മളിവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴോ നമ്മുടെ സമയത്തിൽ എല്ലാവരും കൂടെ ഒപ്പം ഉള്ള സമയത്ത് നമ്മളിത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ ആ പുതുക്കത്തിൽ ഓരോ ദിവസവും ഓരോ മാറ്റം നമ്മളിൽ ഉണ്ടാകുന്നുണ്ടോ, അതോ നമ്മളെന്നും ചെയ്യുന്ന പോലെ തന്നെ നോർമലി വരുന്നു, നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നു,
ഇതിങ്ങനെ പറയുമ്പം നമ്മളെല്ലാവരും ആ ഒരു സമയത്തേക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് ചിന്തിക്കുന്നു, എന്തെങ്കിലും ഉണ്ടോ, ഇങ്ങനെ ഒന്ന് ഓർത്ത് നോക്കുന്നു. അതിനുശേഷം നോർമലി പഴയ അവസ്ഥയിൽ ഇങ്ങനെ പോകുന്നു. അങ്ങനെയാണോ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഓരോ ദിവസവും കഴിയും തോറും അതിനകത്തു നിന്നെല്ലാം ഒരു വിടുതലിൻ്റെ ആവശ്യമുണ്ട്. ആ കയ്പായിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു 2 വാക്യം വായിക്കാം. എഫേസ്യർ 4 നമ്മൾ കേട്ടിട്ടുള്ള വാക്യങ്ങളും വളരെയധികം വായിച്ചിട്ടുള്ള വാക്യങ്ങളൊക്കെ തന്നെയാണ്. എഫേസ്യർ 4 22 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. നമുക്കിതെല്ലാം സുപരിചിതമായ വാക്യങ്ങൾ തന്നെയാണ്. നമ്മളിത് ഇതിനു മുമ്പ് പലതവണ കേട്ടിട്ടുള്ളതും നമുക്ക് മിക്ക ആൾക്കാർക്കും മനഃപ്പാഠമായിട്ട് തന്നെ അറിയാവുന്ന വാക്യങ്ങൾ തന്നെയാണ്. ഞാനിത് എന്നോട് ദൈവം സംസാരിച്ചത്, എന്നോട് ഇടപെട്ടത്, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചു കൊള്ളുവീൻ. ആകയാൽ ഫോഷ്ക്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കുവീൻ. നാം തമ്മിൽ അവയവങ്ങളല്ലോ. അതെ, ഇന്ന് നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മളിതൊക്കെ വളരെ അധികം ആഴത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മളെ ആയിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മളെങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെപ്പറ്റി തീർച്ചയായിട്ടും, കാരണം നമ്മളെ ഒരു പഴയ മനുഷ്യനുണ്ടായിരുന്നു, അതിനെല്ലാം ഉപേക്ഷിച്ച് കർത്താവ് നമുക്ക് പുതിയൊരു ആത്മാവിനെ ദൈവം നമുക്ക് തന്നു. ആ പരിശുദ്ധാത്മാവിൽ നമ്മളായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്, നമ്മളെ തന്നെ ഒന്ന് കാണേണ്ടതുണ്ട്. കാരണം ആ സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദേവനരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചു കൊള്ളുവീൻ. ആകയാൽ ഫോഷ്ക്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കുവീൻ. നാം തമ്മിൽ അവയവങ്ങളല്ലോ. കോപിച്ചാൽ പായം ചെയ്യാതിരിപ്പീൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. തീർച്ചയായിട്ടും കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവീൻ. ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുകയാണ് ചെയ്യേണ്ടത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്ത ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ഇത് നമ്മളിതിങ്ങനെ പറയുമ്പോഴും നമ്മളൊന്ന് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത്. കാരണം കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്ത ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് വരരുത്. തീർച്ചയായിട്ടും വളരെ വായിൽ നിന്ന് പുറപ്പെടരുതെന്ന്. അപ്പോൾ നമ്മളെ തന്നെ ഒന്ന് ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക്. നമ്മളിവിടെ ഇരിക്കുന്നു, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നു, നമ്മൾ വന്നു, നമ്മൾ പ്രാർത്ഥിച്ചു, പാടി, ദൈവത്തെ എല്ലാം സ്തുതിച്ചു, പാടി, അതെ, നമ്മളിവിടെ ആയിരിക്കുന്നു. പക്ഷേ നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക, നമ്മളായിരിക്കുന്ന തലങ്ങളിൽ എങ്ങനെയാണെന്നുള്ളത്. നമ്മളെ തന്നെ ഒന്ന് ആത്മപരിശോധന നടത്തി നോക്കി. നമ്മൾക്ക് എത്രമാത്രം പൈതങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ക്ലാസ്മേറ്റിൻ്റെ അടുക്കൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുക്കൽ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ അടുക്കൽ എത്രമാത്രം ഈ ഒരു കാര്യത്തിനകത്ത് നമ്മുടെ വായിൽ നിന്ന് എന്താണ് വരുന്നതിനെപ്പറ്റി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. ശരിക്കും നമ്മളെ തന്നെ നമ്മളൊന്ന് കണ്ടു നോക്കി, നമ്മുടെ സംസാരങ്ങൾ. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇത്രയൊക്കെ കഠിനമായിട്ട് നമുക്ക് നിൽക്കാൻ കഴിയുമോ എന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? അത് ഒരു ദിവസം കൊണ്ട് കഴിയുന്ന കാര്യമല്ല. നമ്മുടെ ഹൃദയത്തിനകത്ത് ഇതിനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മൗനമായിരിക്കാൻ കഴിയും. നമുക്ക് ആ ആത്മീയ വർധന, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും നമുക്ക് സംസാരിക്കാൻ കർത്താവ് ഇടയാക്കത്തില്ല. കാരണം നമ്മളെക്കൊണ്ട് പറ്റത്തില്ല. കാരണം നമ്മൾ മനസ്സിലൊക്കെ പിടിച്ചവിട്ടിരുന്നെന്ന് പറഞ്ഞാലും കുറേ കഴിയുമ്പോഴത്തേന് നമ്മുടെ തനി സ്വരൂപം നമ്മൾ പറയത്തില്ലേ, അടുത്തിരുന്ന് പറഞ്ഞ് പതുക്കെ ഒന്ന് ചൊറിഞ്ഞ് നോക്കണം. നമ്മളെ ശരിക്കും നമ്മുടെ തൊണ്ടയിടത്തൊന്ന് തൊട്ട് നോക്കണം, നമ്മൾ ആരാണെന്നുള്ളത്, നമ്മുടെ സ്വഭാവം എന്താണെന്നുള്ളത്. അപ്പം നമ്മൾ പറയും നമ്മൾ വളരെ മാന്യനാണ്, അല്ലെങ്കിൽ ഞാൻ ദൈവ പൈതലാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ നമ്മൾ കാണേണ്ടത് ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് ഇതെല്ലാം ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ ആ വിശുദ്ധിയിലേക്ക് നമ്മൾ വരുന്നുണ്ടെന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ വചനമെല്ലാം നമ്മൾ കേൾക്കുന്നു, ആ ദൈവവചനം എത്രയോ നാൾ നമ്മൾ കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസം മുത്തുകുമാർ ബ്രദർ നമ്മളോട് സംസാരിച്ചു, ഭയത്തെക്കുറിച്ച് സംസാരിച്ചു. അല്ലെ, ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ആവശ്യമുള്ള വചനങ്ങളെ ദൈവം തരുന്നു. പക്ഷേ ഈ തരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശരിക്കുമുള്ള രൂപാന്തരം നടക്കുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു രൂപാന്തരം സംഭവിക്കുന്നുണ്ടോ? അതോ ഇതെല്ലാം കേട്ടിട്ടും ഒരു രൂപാന്തരമില്ലാതെ നമ്മൾ വെള്ളം ഒഴിച്ച് ഇങ്ങനെ കഴുകിയിട്ട് ഇങ്ങനെ പോകുന്ന ഒരവസ്ഥയാണോ? അത് ഒരു ശവക്കല്ലറയുടെ അവസ്ഥ. അത് നമുക്ക് പറയുന്ന പോലെ നമ്മൾ പുറമേ നോക്കുമ്പം വെള്ള തേച്ച ശവക്കല്ലറയുടെ ഒരു അവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഉണ്ടോ എന്നുള്ളത് നമ്മളെ തന്നെ ഒന്ന് കാണേണ്ട ആവശ്യമാണ്.
കാരണം നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴും ഇതെല്ലാം ഒരു പുറമൂടിയായിട്ട് നമുക്ക് ഇരിക്കാൻ കഴിയും. ഇതിനകത്ത് ശരിക്കും വചനം കേൾക്കുമ്പോൾ നമ്മുടെ ആഴത്തിൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു രൂപാന്തരം അത് ആ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രമേ അതിനെ ഓരോ ദിവസവും അതിനെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ ആ ഒരു രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകത്തില്ല. നമ്മളിത് കേൾക്കും, ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്യും, എഴുതി വെക്കും, അതവിടെ ഇരിക്കും, നമ്മൾ കടന്നു പോകും. അവിടെ ചെന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോകും. ഇടയ്ക്ക് നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ വായിക്കുകയും ഒക്കെ ചെയ്യുമായിരിക്കാം. അതൊരു ദൈവവൈതൽ എന്ന രീതിയിൽ, ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിൽ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. വചനം വായിക്കും, പ്രാർത്ഥിക്കും, ചിലർ കുരിശ് വരയ്ക്കും, അവർ നിത്യം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം അവർ വിട്ടിട്ട് അവിടെ കിടക്കും. നമ്മളും ഇതൊക്കെ തന്നെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്തോട് പറയുന്നത് കിടക്കുന്നു. പക്ഷേ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ രൂപാന്തരം നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം, ഇന്ന് കർത്താവിൻ്റെ മേശ നമ്മളോട് പക്കമുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ തന്നെ ഒന്ന് നമ്മൾ കാണുക. നമുക്ക് ആർക്കും ദൈവത്തെ നമുക്ക് പരസ്പരം നമുക്ക് കളിപ്പിക്കാൻ പറ്റും, അല്ലേ? പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും പല മുഖംമൂടിയൊക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തമ്മിൽ പറയാൻ കഴിയും. പക്ഷേ നമുക്ക് കർത്താവിൻ്റെ അടുക്കൽ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം കർത്താവിനറിയാം നമ്മളെ മുഴുവനായിട്ട്, നമ്മുടെ ഉള്ളിൽ എന്താണെന്നുള്ളൊരു കാര്യം. അപ്പം ഇപ്പോഴും നമ്മൾ പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കും നമ്മൾ വിട്ടുകളഞ്ഞു എന്നുള്ള പല കാര്യങ്ങളും നമ്മൾ പറയും, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആ കാര്യത്തോടനുബന്ധിച്ച് നമ്മൾ സംസാരിച്ച് വരുമ്പോൾ പെട്ടെന്ന് അത് നമ്മുടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇത് പറയാൻ കാരണം, നമ്മൾ പലപ്പോഴും ഷെറിനുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ പഴയ പല കാര്യങ്ങളും പുള്ളിക്കാരി എന്നോട് പറയും. എനിക്കിത് സത്യം പറഞ്ഞാൽ അത് ഓർമ്മ പോലുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ വെച്ചെന്ന് ചോദിക്കും. അത് അവനോട് പറയും ഇതെല്ലാം മറന്നു. ഞാൻ പറഞ്ഞു നമുക്കിങ്ങനെ അത് ചില കാര്യങ്ങളൊക്കെയാണ്, ഞങ്ങളുടെ ചില ഇഷ്യൂസ് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ദൈവം സഹായിച്ച് ഞാനത് ഓർക്കുന്ന പോലുമില്ല. കാരണം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എൻ്റെ ജീവിതത്തിനകത്ത് ആരോട് ഒരു പിണക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കാര്യം, കർത്താവേ ഇത് ഇവിടെ വെച്ച് ക്ഷമിച്ച് ഇവിടെ വെച്ച് തീർന്ന് ഇനിയും കർത്താവേ ഇത് എൻ്റെ മേൽ ഒരിക്കലും വാടരുത്. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അത് ചിലപ്പോൾ കിടപ്പുണ്ടായി, ഒരിക്കലും അത് പൊങ്ങി വന്ന് എൻ്റെ ആത്മീയ ജീവിതത്തിന് തടസ്സമാകാതിരിക്കാൻ കർത്താവേ എന്നെ സഹായിക്കണമെന്നാണ് ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ആരോടൊരു പിണക്കമായിരിക്കാം, ചിലപ്പം സംസാരമായിരിക്കാം, പല കാര്യങ്ങളായിരിക്കാം. ഞാൻ കർത്താവിനോട് പറയുന്നൊരു കാര്യം, കർത്താവ് ഇതൊന്നും നാളെ ഒരു കാര്യം വരുമ്പോൾ ആ സഹോദരനോടോ അല്ലെങ്കിൽ ആ വ്യക്തിയോടോ ഇത് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ കാര്യം ഞാൻ മുമ്പോട്ട് പറഞ്ഞ് അപ്പോഴാണ് അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമായിരിക്കാം. പക്ഷേ നമ്മൾ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവുമായിട്ടൊരു നിരപ്പ് നമ്മൾ പ്രാപിച്ചില്ലെങ്കിൽ അത് വെറും പുറമൂടിയായിട്ട് തന്നെ നിൽക്കും. അതാണ് പലപ്പോഴും നമ്മൾ പല വർഷങ്ങൾക്ക് ശേഷം കാര്യങ്ങൾ പറയുമ്പോൾ അന്ന് ഇതുപോലെ സംസാരിച്ചതല്ലേ, അത് ഇന്നോ പറഞ്ഞതല്ലേ, ഇപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. അപ്പോഴത്തേനും പിന്നെ നമ്മുടെ കൺട്രോൾ പോയി. അപ്പോൾ പിന്നെ നമ്മുടെ സ്വഭാവം മാറി. ആ പഴയ കാര്യങ്ങൾ കംപ്ലീറ്റ് വെളിയിലോട്ട് വരികയും നമ്മുടെ തനി സ്വഭാവം നമ്മൾ വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ അതേസമയത്ത് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുമ്പോൾ അത് പൂർണ്ണമായിട്ടും വേരോടെ പിഴുത് കളയേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ പിഴുത് കളഞ്ഞില്ലെങ്കിൽ ഇത് നമ്മളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മളെ അത് വളരെ ശക്തിയോടുകൂടി നമ്മളെ വീണ്ടും ആക്രമിക്കും. അപ്പം നമ്മൾ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ മാനസാന്തരപ്പെടേണ്ട ആവശ്യമുണ്ട്. മാനസാന്തരപ്പെടുമ്പോൾ അത് ഒരു ഹൃദയത്തിൽ ഒരു കരച്ചിലിൽ തന്നെ ഒരു അനുതാപം, യഥാർത്ഥമായിട്ടും കർത്താവേ എന്നിലുള്ള തെറ്റാണ് എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കണം. പക്ഷേ അത് അത്രമാത്രം അത് ആഴത്തിൽ പതിഞ്ഞെങ്കിൽ മാത്രമേ അത് തെറ്റാണ് അല്ലെങ്കിൽ ഇത് പാവമാണ് എന്ന് നമ്മുടെ ഹൃദയത്തിനകത്ത്, അതിപ്പം മത്തായി 5 പറഞ്ഞ പോലെ കൂട്ടുകാരനോട് നിന്നെ എന്തെങ്കിലും ഉണ്ട് എന്ന് നിൻ്റെ ഹൃദയത്തിൽ വന്നാൽ അത് അവിടെ വെച്ചിട്ട് ചെന്നിട്ട് ആദ്യം ആ കാര്യത്തിനകത്ത് ക്ലിയർ ചെയ്യണം. അപ്പം അതാണ് കർത്താവിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. അല്ല അതെല്ലാം ഹൃദയത്തിൽ വീണ്ടും വെച്ചിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഹൃദയത്തിൽ ഇരിക്കത്തക്കെ അതൊരു സൈഡിൽ മാറ്റി വെച്ചിട്ട് നമ്മളൊരു സൈഡ് ക്ലിയർ ആക്കിക്കൊണ്ട്, കാരണം ഈ എല്ലാവരും കൂടെ കൂടി വരുമ്പം ഇതിനൊന്നും എടുത്തില്ലെങ്കിൽ ഇനി ആരെങ്കിലും ചോദിക്കല്ലേ എന്തുകൊണ്ടാണ് കർത്തൃമേശയിൽ പങ്കെടുക്കാത്തത് എന്താ എന്ന് അത് വിചാരിച്ചിട്ട് അങ്ങനെയല്ല. നമ്മുടെ ഹൃദയത്തിൽ റിയലായിട്ട് മാനസാന്തരം ഉണ്ടായിട്ട് നമ്മൾ കർത്താവിനോട് പറയണം, കർത്താവേ എൻ്റെ ഹൃദയത്തിൽ ഇന്ന കാര്യങ്ങളുണ്ട്, കർത്താവേ ഞാൻ പൂർണ്ണമായിട്ട് മാനസാന്തരപ്പെടാൻ ഒരു പൂർണ്ണ കഴുകലിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവേ. അത് നിരന്തരം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് നമ്മളെ തന്നെ സമർപ്പിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ സഹായിക്കും. അതിനകത്ത് ശേഷം എഴുതിയിരിക്കുന്ന കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്ക് ആയി നല്ല വാക്കല്ലാതെ ആകാത്ത ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിക്കുവരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും
ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. ഇതെല്ലാം നമ്മളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് ഒഴിഞ്ഞു പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി നമുക്കുണ്ടാവണം. ആ കർത്താവുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടായിരിക്കണം. ഇങ്ങനെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പൂർണ്ണമായിട്ടും നമുക്ക് അതിൻ്റെ താഴെയിരിക്കും, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളുടെ ക്ഷമിച്ച പോലെ അന്യോന്യം ക്ഷമിക്കുവിൻ. ഞാൻ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നെ തന്നെ താഴ്ത്തുന്നു. ഞാനിത് പറയുമ്പോഴും എൻ്റെ ജീവിതത്തിനകത്ത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നു പോയപ്പോഴും പല കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ പൊങ്ങി വന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് ഇതൊന്നും വെച്ചിട്ട് അവരോട് സംസാരിക്കാനോ ഇടപെടുവാനോ ഒന്നും കർത്താവ് എന്നെ ഇടയാക്കരുത്. ഞാൻ പല കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പലരും പല കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫോൺ ചെയ്യുമ്പോഴായിരിക്കാം പല കാര്യങ്ങൾ സംസാരിക്കുന്നത്. ആ സമയത്തൊക്കെയും ഞാൻ ചിന്തിക്കും, കർത്താവേ ഈ പണ്ട് നടന്ന പല കാര്യങ്ങളായിരിക്കാം, പക്ഷേ കർത്താവിനോട് പറയുന്ന ഒരു പ്രാർത്ഥന, കർത്താവേ ഈ വ്യക്തിയുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ കർത്താവേ പാവം ചെയ്യുവാൻ കർത്താവേ നീ എന്നെ ഇടയാക്കരുത്, എന്നെ സൂക്ഷിക്കണം. കാരണം പല കാര്യങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം വിട്ട് കളഞ്ഞിരിക്കുന്നു. പക്ഷേ ഇനിയും സംസാരിക്കുമ്പോൾ ഇനി അത് പൊങ്ങി വരുവാൻ കർത്താവിനെ ഇടയാക്കരുത്. അതുപോലെ ഓരോ കാര്യങ്ങളിലും കർത്താവുമായിട്ട് നമുക്ക് നിരന്തരമായിട്ടൊരു ബന്ധം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് ആത്മീയമായ ഒരു വളർച്ച നമുക്ക് വേണം. ആ വളർച്ച ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. ആ വളർച്ച എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് അനുദിനം നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ, അല്ലെങ്കിൽ അത് കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കണം. കർത്താവേ ഇന്ന കാര്യങ്ങളിലുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ സഭയിൽ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ കൂടി വരുമ്പോൾ ഇതാണ് നമ്മളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഏറ്റുപറയുകയും തമ്മിൽ ക്ഷമിക്കുകയും തമ്മിൽ നമ്മൾ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കർത്താവ് ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപ അധികം നമുക്ക് തരും. അതിനുവേണ്ടി നമ്മളെല്ലാം ദൈവം സഹായിക്കട്ടെ, നമ്മളെ ബലപ്പെടുത്തട്ടെ. ദൈവം എന്നെ ഇത്രത്തോളം കരുതിനായിട്ടെല്ലാം ഞാൻ നന്ദി പറയുന്നു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, അതിനായിട്ടെല്ലാം പൂർണ്ണമായിട്ടും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ആമേൻ.